നമസ്കാരം. കുടുംബവിളക്ക് പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. എന്തായാലും സുമിത്ര രഞ്ജിതയുടെ വീട്ടിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അത് ചുരുക്കി പറഞ്ഞാൽ അത് സുമിത്രയുടെ വീട് തന്നെയാണ്. ആ വീട്ടിലേക്കാണ് സുമിത്ര വീണ്ടും എത്തിയിരിക്കുന്നത്. സരസ്വതിയമ്മയുടെ പ്ലാനിലാണെങ്കിലും സുമിത്ര പലതും മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. രഞ്ജിത വിചാരിക്കും രഞ്ജിതയാണ് എല്ലാ പ്ലാനും തയ്യാറാക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, സുമിത്രയുടെ പ്ലാനിൽ തന്നെയാണ് സുമിത്ര അവിടെ എത്തിയിരിക്കുന്നത്. എന്തായാലും രഞ്ജിത സുമിത്രനെ അടിമയാക്കുക, വീട്ടിലെ ജോലിക്കാരിയാക്കി മാറ്റുക, ഇങ്ങനെയുള്ള കുത്തിത്തിരിപ്പൻ പിന്തിരിപ്പൻ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിടുന്നുണ്ട്. പക്ഷെ അതെല്ലാം സുമിത്ര തരണം ചെയ്യുന്നുമുണ്ട്. ഇവിടെ പങ്കജിനാണ് ഏറ്റവും വലിയ അടിയിട്ടിരിക്കുന്നത്. കാരണം സരസ്വതിയുമായിട്ട് ചേർന്ന് പങ്കജ് പൂജയെ കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ പൂജയും കൊണ്ട് ഇഷ്ടം നേടിയെടുക്കാം, പൂജേനെ വീട്ടിൽ കൊണ്ടുവരാം എന്നൊക്കെ ഉള്ള പ്ലാനിലായിരുന്നു സരസ്വതിയുമായിട്ട് ഈ പ്ലാനൊക്കെ ചെയ്ത് കൂട്ടിയത്, സരസ്വതിയുടെ ഒപ്പം നിന്നത്. പക്ഷേ അവസാന നിമിഷം പ്ലാൻ എല്ലാം തെറ്റി പൂജ നേരെ അപ്പൂനൊപ്പമാണ് പോയത്. അപ്പോൾ പങ്കജ് വന്ന് അതിൽ തന്നെ സരസ്വതിയമ്മയുടെ കലിപ്പൊക്കെ തീർക്കുന്നുണ്ട്. പൂജ എവിടെ കൊണ്ടുവരുമെന്നല്ലേ പറഞ്ഞിട്ടല്ലേ പോയത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യം കാണിക്കുന്നുണ്ട്. കാരണം കിട്ടാത്ത മുന്തിരിങ്ങ പുളിപ്പ് കൂടുതലാണെന്ന് പറയും പോലെ അങ്ങ് ഭയങ്കരമായിട്ട് പറയുകയാണ്. അതിനിടയിലാണ് പങ്കജ് ദീപുവിനെയും കൂടി വിളിക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ പേരിൽ കുറേ കാശ് ദീപു അവിടെ നിന്നും കൈപ്പറ്റിയിട്ടുണ്ട്. കാരണം പൂജയെ അപ്പവും തമ്മിൽ അടുക്കത്തില്ല, പൂജയെ പങ്കജിനൊപ്പം ഒരുമിപ്പിക്കും എന്ന് ദീപു വാക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ എവിടെയാണ് പൂജ, എവിടെയാണ് എത്രയും പെട്ടെന്ന് അവളെ ഇങ്ങോട്ട് വിടണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പുവിനോട് അത് പറയണം, മറിഞ്ഞ് മാറ്റണം എന്നുള്ള രീതിയിലൊക്കെ പങ്കജ് കുറേ അധികം പൈസ ദീപുവിനും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൂജ അവിടെ എത്തിയതോടുകൂടി ദീപുവിനെ വിളിക്കുകയാണ് പങ്കജ്. അറിയാലോ, കാര്യമൊക്കെ അറിയാലോ എന്നൊക്കെ പറഞ്ഞ് വിരട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പവും പൂജയും കൂടി ഔട്ടിങ്ങിനൊക്കെ പോകാമെന്ന് പ്ലാൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന് ദീപു വന്ന് അലങ്കോലപ്പെടുത്തുകയാണ്. കാരണം നിലനിൽപ്പിന് അതിപ്പോൾ അലങ്കോലപ്പെടുത്തിയേ പറ്റത്തുള്ളൂ, അങ്ങനെയുള്ള ഒരു നീക്കം. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കുമ്പോൾ സുമിത്ര അടുത്ത ഒരു ചുവടുവയ്പ്പ് വെക്കുകയാണ്. കാരണം അനിരുദ്ധിനെ കണ്ടത് ഓർക്കുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് തന്നെയാണോ എന്ന് ഉറപ്പിക്കണം. അത് മനസ്സിൽ നിന്ന് വിട്ടുമാറുന്നില്ല. അതിനുവേണ്ടി പൂജയെ വിടുകയാണ്. അമ്പലത്തിലേക്ക് നീ പോയി അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞ് പൂജയെ വിടുന്നുണ്ട്. പൂജ കൂട്ടിന് വിളിക്കുന്നതാകട്ടെ പങ്കജിനെ. അപ്പോൾ അതിനിടയിൽ ഇത് കാര്യം അറിഞ്ഞ ദീപു മാറ്റാൻ പിന്തിരിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും എത്ര നാളൊരു കള്ളം ഒളിപ്പിക്കാൻ പറ്റുമല്ലേ, എന്തായാലും അതൊക്കെ പുറത്തു വരിക തന്നെ ചെയ്യും. അതിനിടയിൽ ഇവിടെ അനിരുദ്ധും അനിനെയും തമ്മിലുള്ള ബന്ധം കുറച്ചും കൂടി സ്ട്രോങ് ആകുകയാണ്. കാരണം സ്വരമോൾ അവരെ കൂടുതൽ അടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും പിരിയാനാകാത്ത വിധം അവർ തമ്മിൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ അനന്യയുടെ അമ്മയും അച്ഛനും ഒക്കെ എതിർക്കുന്നുണ്ട്. പക്ഷേ അതെന്താ, എല്ലാം മറികടന്നുകൊണ്ടാണല്ലോ പ്രണയം എന്ന് പറയുന്നത്. നമുക്ക് ഒരിക്കലും പ്രവചിക്കാനാകാത്ത രീതിയിലാണ് നമ്മുടെ മനസ്സ് സഞ്ചരിക്കുന്നതെന്ന് പറയുന്നത്. കാരണം മനസ്സിനെ നമുക്ക് കടിഞ്ഞുള്ളിടാൻ പറ്റില്ല. ഇഷ്ടമായിക്കോട്ടെ, അതുപോലെ വെറുപ്പായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് മനസ്സിൻ്റെ ഇഷ്ടത്തിനാണ് നമ്മൾ പോകുന്നത്. അല്ലാതെ നമ്മുടെ കൺട്രോളിലല്ല നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ അകറ്റാൻ ശ്രമിക്കുമ്പോഴും ഇവിടെ അനന്യയും അനിരുദ്ധും കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുവഴി എന്തായാലും സുമിത്രയെ കണ്ടുകിട്ടാൻ അടുത്തെത്തിയിരിക്കുകയാണ്. അതുപോലെ ശീതളിൻ്റെ കാര്യം കുറച്ച് കഷ്ടത്തിലേക്ക് പോവുകയാണ്. കാരണം ശീതളിനെ കുറേ അധികം അമ്മയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, സരസ്വതിയമ്മയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും സമ്മതിക്കാതെ ശീതളിനെ വീട്ടിൽ പൂട്ടിയിട്ട ഒരു സ്നേഹം കൊണ്ട് പൂട്ടിയിടുകയാണ് ചെയ്യുന്നത് സച്ചി. അപ്പോൾ എന്തായാലും സുമിത്ര ആ ഒരു ഇഷ്ടം അത് തെറ്റായ ഇഷ്ടമാണെന്ന് സുമിത്ര കണ്ടെത്തിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് സുമിത്രയെ കാണാൻ ഏറ്റവും കൂടുതൽ വിലക്ക് സച്ചി വയ്ക്കുന്നത്. അപ്പോൾ ശീതൾ അതിൽ നിന്ന് പുറത്തൊക്കെ പൊട്ടിച്ച് എറിഞ്ഞ് പുറത്തേക്ക് വരണം. അതൊക്കെ സുമിത്ര ഇനി നേരിട്ട് ഇറങ്ങിയാലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. എന്തായാലും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. വളരെ നല്ല രീതിയിൽ തന്നെയാണ് സുമിത്രയുടെ 2ാം ഭാഗം മുന്നോട്ട് പോകുന്നത്, കുടുംബവിളക്ക്. അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ.